കുട്ടികളെ നമ്മുടെ 17ാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഒരു സ്പെഷ്യൽ ടേം കാണാൻ, അതായത് ഒരു എക്സ്പാൻഷൻ്റെ 6ാമത്തെ ടേം കാണുക, 8ാമത്തെ ടേം കാണുക, അങ്ങനെയൊക്കെയായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ മിഡിൽ ടേം എങ്ങനെ കാണാമെന്ന്. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ നടുക്കുള്ള ടേം എങ്ങനെ കാണാമെന്ന്. അപ്പോൾ നമ്മുടെ എക്സ്പാൻഷൻ x+a⁴n ആണ്. ആ n ഈവൻ ആണെങ്കിൽ, അതായത് ഈ x+aയുടെ മുകളിലുള്ള n ഇരട്ട സംഖ്യ ആണെങ്കിൽ നമ്മുടെ മിഡിൽ ടേം, നടുക്കത്തെ ടേം എത്രാമത്തതാവും? n/2 + 1th ടേമാണ് എന്ത് വരിക? നടുക്കത്തെ ടേം വരിക. അല്ല n ഓടാണെങ്കിൽ മിഡിൽ ടേം 2 ഉണ്ടാവും. ഒന്ന് n+1/2th ടേമും രണ്ടാമത്തത് n+3/2th ടേമും. അങ്ങനെ 2 മിഡിൽ ടേംസ് ഉണ്ടാവും. എന്താ പറഞ്ഞത്? x+a⁴n ആണെങ്കിൽ മിഡിൽ ടേം ഉണ്ടാവുക n ഈവൻ ആയാൽ n/2 + 1th ടേമും, n ഒറ്റ സംഖ്യ ആണെങ്കിൽ n+1/2th ആൻഡ് n+3/2th ടേംസ് ആണ് എന്തുണ്ടാവുക? മിഡിൽ ടേം ഉണ്ടാവുക. കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ഫൈൻഡ് ദ മിഡിൽ ടേം ഓഫ് x+2y⁻6. അപ്പോൾ ഇവിടെ n എന്താ? x+2y⁻6ൽ n എന്താണ് കുട്ടികളെ? 6 ആണ്. അതായത് ഈവൻ ആണ്. ഈവൻ ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? n/2 + 1th ടേം ആണ് എന്ത്? ടേം ഈസ് മിഡിൽ ടേം. n/2 + 1th ടേം ആണ് എന്താണ്? മിഡിൽ ടേം. അതായത് മിഡിൽ ടേം ഏതാണ്? 6/2 + 1th. 6/2 3, 3 + 1 4th ടേമാണ് നമ്മുടെ മിഡിൽ ടേം. 4th ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു. 6th ടേം എങ്ങനെ കാണാം, 7th ടേം എങ്ങനെ കാണാം, 100th ടേം എങ്ങനെ കാണാം എന്നൊക്കെ. അതേപോലെ 4th ടേം കാണാൻ അതിനെ 3 + 1th ടേം ആക്കി എഴുതുക. r+1 എന്ന് എഴുതി. r+1th ടേം എങ്ങനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്? r+1th ടേം എന്ന് പറഞ്ഞാൽ NCR x⁻⁴ അല്ലേ? r+1th ടേം കാണാനുള്ള ഇക്വേഷൻ NCR x⁻⁴ ആണല്ലോ. അപ്പോൾ 3 + 1th ടേം എങ്ങനെ കാണാം? n എന്ന് പറഞ്ഞാൽ 6c3, ആദ്യമുള്ളത് x⁻6 - 3, എക്ക് പകരം 2y⁻3 which is equal to 6c3 x⁻3 2⁻3y⁻3 2⁻3y⁻3 which is equal to 6c3 2⁻3 തന്നെ 8 x⁻3y⁻3. ഇതാണ് എന്ത്? ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ, അതായത് x+2y⁻6ൻ്റെ നടുക്കത്തെ ടേമാണ് ഈ കാണുന്ന സാധനം. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് മിഡിൽ ടേം ഓഫ് (2x + 3x⁻9). 2x + 3x⁻9ൻ്റെ മിഡിൽ ടേം കാണണം. n നോക്കുക. n എന്താണ്? 9 ആണ്. 9 എന്ന് പറഞ്ഞാൽ
ഓടാണ്, ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ ആകുമ്പോൾ എന്താവും, 2 മിഡിൽ ടേംസ് ഉണ്ടാവും. മിഡിൽ ടേംസ് ഏതൊക്കെയാണ്? മിഡിൽ ടേംസ് ആർ, എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, n+1/2 കോമ n+3/2 ആണല്ലോ. അപ്പോൾ ആദ്യം n+1/2 ടേം ഏതാന്ന് നോക്കാം. ദാറ്റ് ഈസ് n എത്രയാ? 9. 9+1/2, അതായത് 9+1/2 ടേം. 9+1 10/2 ആണ് 5th ടേം. 5th ടേം എങ്ങനെ കാണാം? 5th ടേം എന്ന് പറഞ്ഞാൽ 4+1 ആണ്. 6+1 ആക്കി എഴുതി. 5ാമത്തതാണ് ഒരു മിഡിൽ ടേം. അപ്പോൾ അതിന് നമ്മൾ എന്ത് എഴുതി? 4+1 ആക്കി എഴുതി. 4+1 ആകുമ്പോൾ എന്തായിരുന്നു കാണാനുള്ള ഇക്വേഷൻ? NCR. n എന്താ? 9C4. ഇത് r+1 ആക്കി എഴുതി കഴിഞ്ഞാൽ അത് കാണാനുള്ള ഇക്വേഷൻ NCR x⁻n−r. x എവിടെ? എക്സിന് പകരം 2x. 2x⁻9−4 3/x⁴. എന്താ പാവം ചെയ്തത്? n 9 ആണ്. 9 എന്ന് പറഞ്ഞാൽ ഓടാണ്, ഒറ്റ സംഖ്യയാണ്. അപ്പോൾ 2 മിഡിൽ ടേംസ് ഉണ്ടാവും. ഒന്നാമത്തെ മിഡിൽ ടേം n+1/2 രണ്ടാമത്തത് n+3/2. അപ്പോൾ ആദ്യം n+1/2 ഏതാണെന്ന് നോക്കാം. n+1/2 എന്ന് പറയുമ്പോൾ 9+1/2. 9+1 10, 10/2 5. 5th ടേം. 5ാമത്തെ ടേമാണ് ഒരു മിഡിൽ ടേം. ഈ 5ാമത്തെ ടേം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന് 4+1 എന്ന് എഴുതണം. r+1th ടേം കാണാനുള്ള ഇക്വേഷനാണ് നമുക്കറിയാം. അപ്പോൾ 5ാമത്തെ ടേം കാണാൻ നമ്മളിതിനെ 4+1 എന്ന് എഴുതും. 4+1th ടേം, അതായത് r+1th ടേം നമ്മൾ എങ്ങനെ കാണുക? r+1th ടേം കാണാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഇക്വേഷനാണ് NCR x⁻n−r a⁻r എന്നുള്ള ഇക്വേഷൻ. സോ n 9 ആണ്. 9C4. എക്സിന് പകരം എന്താ ഉള്ളത്? ഫസ്റ്റ് ടേം 2x. 2x⁻9−4. രണ്ടാമത്തത് 3/x. 3/x⁴, which is equal to 9C4 2x⁻9 4 കുറച്ചാൽ 5. 3/4/x⁴, which is equal to 9C4 2/5 into x⁵ into 3/4/x⁴, which is equal to 9C4 2/5 into 3/4 എടുത്ത് എഴുതി. x⁵5/x⁴ എന്ന് പറഞ്ഞാൽ മുകളിൽ 5x ഉണ്ട്, താഴെ 4x ഉണ്ട്, വെട്ടിക്കളഞ്ഞ് മുകളിൽ ഒരൊറ്റ x. അപ്പോൾ ഒരു മിഡിൽ ടേം കിട്ടി. അതായത് n+1/2 ടേം കിട്ടി. ഇനി അടുത്തത് എന്താ? n+3/2. n+3/2 ടേം അത് കാണണം. അതെന്ന് പറഞ്ഞാൽ 9+3/2 ടേം. 9+3/2 ഏതാണ്? 9+3/2 എന്ന് പറയുമ്പോൾ 9ഉം 3ഉം 12. 12/2 6th ടേം. 6th ടേമാണ് ഇപ്പോൾ നമുക്ക് കാണേണ്ടത് അല്ലേ? അതായത് അതിനിങ്ങനെ എന്താ എഴുതാം? 5+1th എന്ന് എഴുതാം. 5+1th ടേം ആക്കിയിട്ട് അതിനെഴുതാം. which is equal to 5. r+1th ടേം കാണാൻ NCR 5 x⁻n−r. എക്സിന് പകരം ഇവിടെ 2x ആണുള്ളത്. 9-5 a⁻ക്ക് പകരം 3/x-ഉം 5. that is equal to 9C5 2x⁻9 5 കുറച്ച് 4
3 raised to 5 by x raised to 5, which is equal to 9c5 2 raised to 4 x raised to 4 3 raised to 5 divided by x raised to 5, which is equal to 9c5 2 raised to 4 into 3 raised to 5. നമ്പറുകൾ ആദ്യം എഴുതി. എക്സ് റേസ് ടു 4 ബൈ എക്സ് റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് വരും. എക്സ്. അപ്പോൾ അതിന് രണ്ട് മിഡിൽ ടേംസും കിട്ടി. ആദ്യം 9 + 1/2 അഞ്ചാമത്തെ ടേമും 6ാമത്തെ ടേമും ആയിരുന്നു ഇതിൻ്റെ മിഡിൽ ടേംസ്. അത് രണ്ടും നമുക്ക് കിട്ടി. അങ്ങനെയാണ് ആ കണക്ക് ചെയ്യാം. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. നോക്കൂ കുട്ടികളെ, അടുത്ത ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ മിഡിൽ ടേം ഓഫ് 2a - b/3 all raised to 12. ഇവിടെ n എന്താണ്? 12 ആണ്. ഈവൻ ആണല്ലേ. അപ്പം എന്താണ് ഒരു മിഡിൽ ടേം? മിഡിൽ ടേം ഏതാണ്? മിഡിൽ ടേം ഈക്വൽ ടു n/2 + 1th. ദാറ്റ് ഈസ് ഈക്വൽ ടു n 12 ആണ്. 12/2 + 1th. ദാറ്റ് ഈസ് ഈക്വൽ 6 + 1th. 7th ടേം ആണ് എന്ത്? മിഡിൽ ടേം. 7th ടേം എങ്ങനെ കാണാം? 6 + 1th ടേം എന്ന് എഴുതാം. എഴുതാലോ? 6 + 1th ടേം എന്ന് എഴുതാം. ദാറ്റ് ഈസ് NCR. ഇവിടെ നോക്കൂ, a - b ഹോൾ റേസ് ടു n എക്സ്പാൻഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതാം? -1 റേസ് ടു r. rന് പകരം 6r തന്നെ. 6 NCR. n-ന് പകരം 12 C6. എക്ക് പകരം 2a റേസ് ടു 12 - 6 b/3 റേസ് ടു 6. ദാറ്റ് ഈസ് -1 റേസ് ടു 6. -1ൻ്റെ മുകളിൽ ഈവൻ നമ്പർ വന്നാൽ 1 എന്നാണ് ഉത്തരം. 1 × 12 C6 2a റേസ് ടു 6 b/3 റേസ് ടു 6, which is equal to 1 × എന്ന് പറഞ്ഞാൽ അതേ എന്ത് സംഖ്യ വന്നിട്ട് വിളിച്ചാലും അതേ സംഖ്യ. 12 C6 2 റേസ് ടു 6 a റേസ് ടു 6. ഇനി ഇവിടെ b റേസ് ടു 6/3 റേസ് ടു 6. ഇതാണ് എന്ത്? അതിൻ്റെ മിഡിൽ ടേം.